ഹായ്, നമസ്കാരം. ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കണക്ട് ടു വർക്കാണ്. ഓക്കെ. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് 1000 രൂപ പെൻഷൻ കിട്ടുന്ന പരിപാടി. പെൻഷൻ അല്ല, ഒരു ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്ന സംവിധാനമാണ് CM കണക്ട് ടു വർക്ക് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, 30 വയസ്സിന് താഴെയായിരിക്കണം. പിന്നെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. ഓക്കെ. അങ്ങനെ വെച്ചാല് കുടുംബ വാർഷിക വരുമാനം, കല്യാണം കഴിഞ്ഞ ആൾക്കാരായിരിക്കാം, കല്യാണം കഴിയാത്ത ആൾക്കാരായിരിക്കാം, അവരുടെ കുടുംബം. കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ ഭർത്താവ്, ഭാര്യ, കുട്ടികൾ എന്ന രൂപത്തിലേക്ക് വരും. പിന്നെ അവരുടെ കൂടെ തന്നെയാണ് അവരുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്തും. ഇനിയല്ല, കല്യാണം കഴിയാത്ത ആണെങ്കിൽ പിതാവ്, മാതാവ്, ആ വ്യക്തി, പിന്നെ മാതാവിനും പിതാവിനും കല്യാണം കഴിയാത്ത ബാക്കിയുള്ള കുട്ടികൾ. ഒക്കെ ഇത്ര ആൾക്കാരാണ് കുടുംബം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും വരുമാനം ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു വർഷം 5 ലക്ഷത്തിന് താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് മാസം 1000 രൂപ ഇൻസെന്റീവ് കിട്ടാനുള്ള സംവിധാനമാണ്. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് +2 പാസ്സായിരിക്കണം. +2 ഓർ എബോ ആണ്. +2 VHSC, ITI, ഡിപ്ലോമ, ഡിഗ്രി, അങ്ങനെ +2 തലത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായി, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി പാസ്സായുള്ള ആളായിരിക്കണം. ഓക്കെ. +2 മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ PSC കോച്ചിങ്, അതിൽ പിന്നെ UT ട്രെയിനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ട്രെയിനിങ് ക്ലാസ്സുകൾ, ഫിസിക്കലി ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഉദാഹരണത്തിന് ITI ഒക്കെ ആണെങ്കിൽ അവർ ട്രേഡ് ആവശ്യത്തിന് വേണ്ടി ട്രെയിനിങ്ങിന് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓക്കെ. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെ പോളിടെക്നിക്ക് കഴിഞ്ഞു ഇനി അവര് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതിന് അപേക്ഷ കൊടുക്കാം. കൊടുക്കേണ്ട ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്: 1 വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഫോട്ടോ, സിഗ്നേച്ചർ. പിന്നെ അവരുടെ SSLC ബുക്ക്, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, +2 ആണ് +2, ഡിഗ്രി ആണ് ഡിഗ്രി, ITI ആണെങ്കിൽ ITIന്റെ സർട്ടിഫിക്കറ്റുകൾ, കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ 2 ഫോമുകളുണ്ട്. ഒന്ന് സാക്ഷ്യപത്രം 1, അനുബന്ധം 1. അത് സ്ഥാപന മേധാവി ആണ് അറ്റസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപന മേധാവിയാണ് ഇത് വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. ഇത് ഫില്ല് ചെയ്ത് അവർ തന്നെ ഫില്ല് ചെയ്ത് തരും. ഓക്കെ. ഈ ഒരു ഫോം പിന്നെ അടുത്തൊരു ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ സെൽഫ് ഡിക്ലറേഷൻ ആണ്. സാക്ഷ്യപത്രം 2, അനുബന്ധം 2, സാക്ഷ്യപത്രം 2. ഓക്കെ. ഇതിൽ നമ്മൾ സ്വന്തം ആ വ്യക്തി തന്നെ എഴുതി ഇന്ന തസ്തികയിലേക്ക് ഇന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലൊരു അഫിഡവിറ്റ് ആണ്. ഈ അഫിഡവിറ്റ് ഫില്ല് ചെയ്ത് സിഗ്നേച്ചർ ചെയ്ത് കൊണ്ടുവരിക. വരുമാന സർട്ടിഫിക്കറ്റ് ചെയ്യാത്ത ആൾക്കാർ എത്രയും വേഗം അക്ഷയ സെന്ററിൽ പോയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ചെയ്യുക. ആവശ്യമുള്ള രേഖകൾ ഞാൻ കുറെ മുന്നേ പറഞ്ഞാണ്, എന്നാലും ഒന്നും കൂടി പറയാം. വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്: റേഷൻ കാർഡ്, ആധാർ കാർഡ്, സ്ഥലത്തിന്റെ നികുതി ഷീറ്റ്. ഓക്കെ. പിന്നെ ഗവൺമെന്റ് ജോലി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സാലറി സർട്ടിഫിക്കറ്റും കൂടി വേണ്ടി വരും. ഓക്കെ അല്ലേ? ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് കിട്ടാൻ ചാൻസ് കുറവ്, കാരണം വാർഷിക വരുമാനം 5 ലക്ഷം താഴെ വരുമോ? അന്നേരം അറിയില്ല, നോക്കാം. 5 ലക്ഷം താഴെയാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. റേഷൻ കാർഡ്, BPL, APL അങ്ങനത്തെ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. BPL ആർക്കാണെങ്കിൽ കുറച്ച് പരിഗണന കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. എത്രയും വേഗം അപേക്ഷ കൊടുക്കണം. ഇതിന് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടില്ല, ഏത് സമയത്തും ഒരു ഡേറ്റ് വെച്ചേക്കാം. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇതിനെന്തായാലും ഒരു കണക്കുണ്ട്. എത്ര പെർസെന്റേജ് വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ആൾക്കാരാണ് ഈ 30 വയസ്സിന് താഴെയുള്ള പഠിക്കുന്ന, അതല്ല പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുന്ന ഒരു കണക്ക്, എന്തായാലും സർവേ കണക്ക് എന്തായാലും ഗവൺമെന്റ് ഉണ്ടാവും. അത്രയും ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈറ്റ് കുറച്ച് സ്ലോ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. എത്രയും വേഗം നിങ്ങൾ ആപ്ലിക്കേഷൻ അക്ഷയ സെന്റർ വഴി ചെയ്യുക. ഈ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ വെച്ച് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ അക്ഷയയിലേക്ക് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മുഴുവനും കയ്യിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തി പോവുക. ഒന്നുകൂടി പറയാം: ടോട്ടൽ ഡോക്യുമെന്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, അത് അക്ഷയ ചെറിയ പേപ്പറിൽ വാങ്ങി ഒപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ SSLC, +2, ഡിഗ്രി, അങ്ങനെയുള്ള SSLC പ്ലസ് മെയിൻ ക്വാളിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റുകൾ. പിന്നെ ബാങ്ക് പാസ്ബുക്ക്, കാരണം പൈസയുടെ ബാങ്കിലേക്കാണല്ലോ, അപ്പൊ ബാങ്ക് പാസ്ബുക്ക്. ഇത്രയും കാര്യങ്ങൾ എടുത്ത് അക്ഷയയിലേക്ക് പോവുക, ക്ലിയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോം ഞാൻ പറഞ്ഞ പോലെ സ്ഥാപന മേധാവിയിൽ നിന്ന് വാങ്ങേണ്ടതാണ്. ഫോം അനക്ഷ 1, സാക്ഷ്യപത്രം 1 എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപന മേധാവിയിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അതുമായി കൊടുത്തതിന്
ഫിനിഷ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് മണിക്കൂറിനെ കൊണ്ട് ഫിനിഷ് ചെയ്ത് നിങ്ങളെ കയ്യിൽ തരുന്നതാണ്. ഓക്കെ, അപ്പോ ആരും മിസ്സാക്കരുത്. 1000 രൂപ സ്ത്രീകൾക്കുണ്ട്, 1000 രൂപ പഠിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട്. UPSC, PSC, UPSC, സ്റ്റേറ്റ് PSC, സർവീസ് സെക്ഷൻ ബോർഡ്, ഡിഫൻസ്, ആർമി, നേവി, എയർഫോഴ്സ്, ബാങ്ക്സ്, റെയിൽവേസ്, സെൻട്രൽ, സ്റ്റേറ്റ്, പബ്ലിക് സെക്ടർ, റിക്രൂട്ട്മെന്റ് ഏജൻസീസ്, ഇങ്ങനെ ഒരുപാട് സെക്ടറുകളിൽ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അത് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതോടൊപ്പം തന്നെ കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ പഠിക്കുന്ന ഫിസിക്കലി അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സാധ്യതയുള്ളത്. ആരും ഒഴിവാക്കരുത്. എല്ലാവരും നിർബന്ധമായും ആപ്ലിക്കേഷൻ കൊടുക്കുക. എത്രയും വേഗം നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിലേക്ക് എത്തി ഡെവലപ്പ് ചെയ്യുക, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവർക്കും 1000 രൂപ വെച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ നിങ്ങളേക്ക് മാസം 1000 രൂപ ഇത്രമാത്രം കഷ്ടപ്പാടെന്ന് ചോദിക്കും. മാസം 1000, വർഷം 12,000. ഒന്നുമില്ലേ നിങ്ങളുടെ ഒരു മാസം ബസ്സിന്റെ ചാർജെങ്കിലും അതിൽ പെടൂലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ ആവില്ലേ? അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി ആവില്ലേ? അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ആണ്, അതിനുള്ള ഉത്തരവായിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ആരും മിസ്സാക്കരുത്. പിന്നെ ഗവൺമെന്റ് കിട്ടുന്ന 1 രൂപയാണെങ്കിലും അതിന് 10 രൂപ ചെലവുണ്ടെങ്കിൽ ആ 10 രൂപ ചെലവായിക്കൊണ്ട് ആ 1 രൂപ വാങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരാളും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്താൻ ഒരക്ഷയക്കാരനും അനുവദിക്കൂല നിങ്ങളെ. ഓക്കെ, അങ്ങനെ തന്നെയാണ്. അക്ഷയക്കാർ എപ്പോഴും നിങ്ങളുടെ കൂടെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എത്രയും വേഗം അക്ഷയ സെന്ററിൽ എത്തുക, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം.